Hi, welcome to Study with Z Square. If you like my channel, subscribe, share, like and comment. ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് 6th ക്ലാസ് സ്റ്റുഡൻസിൻ്റെ ബേസിക് സയൻസിലുള്ള 5th ചാപ്റ്റർ ഫുഡ് ഫോർ ഹെൽത്ത് എന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. എന്താണ് ചാപ്റ്ററിൽ കാണുന്നത്? രണ്ട് സ്റ്റുഡൻസ് എന്തെയോ പറയുന്നു. എന്താ പറയുന്നത് നോക്കിയേ. വാട്ട് ഐ ലൈക്ക് വെരി മച്ച് ഈസ് ന്യൂഡിൽസ്, ഫ്രൈഡ് റൈസ്, ഫ്രൈഡ് ചിക്കൻ ആൻഡ് ഐസ്ക്രീം. ബട്ട് മൈ മദർ മോസ്റ്റ്ലി പ്രിപ്പയർസ് സാമ്പാർ ആൻഡ് അവിയൽ ആൻഡ് സംടൈംസ് ഫിഷ് കറി ടു. അപ്പം എന്താ പറയുന്നത്? ഒരു സ്റ്റുഡൻറ്റ് പറയുകയെന്ന് അവന് എന്താണ് ഇഷ്ടം? ന്യൂഡിൽസും ഫ്രൈഡ് റൈസും ഫ്രൈഡ് ചിക്കനും ഐസ്ക്രീമും ഒക്കെയാണ് ഇഷ്ടം. പക്ഷേ അവൻ്റെ അമ്മയുണ്ടല്ലോ, അവരെപ്പോഴും എന്താ ഉണ്ടാക്കാറ്? സാമ്പാർ, അവിയൽ അല്ലെങ്കിൽ എപ്പോഴെങ്കിലും മീൻ കറി. വേറൊരു സ്റ്റുഡൻ്റ് എന്താ പറയുന്നത് നോക്കിയേ. ദ കേസ് ഈസ് സെയിം ഇൻ മൈ ഹോം ടു. എൻ്റെ വീട്ടിലെയും അവസ്ഥ അത് തന്നെയാണ്. വി മോസ്റ്റ്ലി പ്രിപ്പയർ ഡിഷസ് വിത്ത് യാം, അമാരന്തസ് ആൻഡ് മുരിങ്ങ ലീവ്സ്. അപ്പോൾ എന്താണ്? ചേന കൊണ്ടും മുരിങ്ങ ലീഫിനെ കൊണ്ടൊക്കെയാണ് ഞങ്ങളും ദിവസവും ഡിഷസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇവർക്ക് രണ്ടുപേർക്കും എന്താണ് കഴിക്കാൻ ഇഷ്ടം? നൂഡിൽസും ഫ്രൈഡ് റൈസും ഫ്രൈഡ് ചിക്കനും ഐസ്ക്രീമും ഒക്കെയാണല്ലേ. നമുക്കും അതൊക്കെ തന്നെയാണല്ലേ ഇഷ്ടം. ആർക്കെങ്കിലും സാമ്പാറും അവിയലൊക്കെ ഇഷ്ടമുണ്ടാവുമോ? എല്ലാവർക്കും ഫ്രൈഡ് ചിക്കനും ഐസ്ക്രീമും അതുപോലെ തന്നെ ഫ്രൈഡ് റൈസ്, നൂഡിൽസും ഒക്കെ തന്നെയാണല്ലേ കഴിക്കാൻ ഇഷ്ടം. നൗ വാട്ട് ഈസ് ദ കേസ് ഇൻ യുവർ ഹൗസസ്? എന്താണ് നിങ്ങളുടെയൊക്കെ വീട്ടിലെ രീതി? നിങ്ങളൊക്കെ ദിവസവും ഫ്രൈഡ് റൈസും ഐസ്ക്രീമും നൂഡിൽസൊക്കെയാണോ കഴിക്കുന്നത്? അല്ല അല്ലേ. നിങ്ങളും സാമ്പാർ, അവിയൽ അല്ലെങ്കിൽ വേറെ വെജിറ്റബിൾസ് കൊണ്ടുണ്ടാക്കുന്ന കറികൾ അല്ലേ, മീൻ, ഫിഷ് അല്ലേ. ഫിഷ് ചിലപ്പം ബോയിൽ ചെയ്ത് അല്ലെങ്കിൽ ഫ്രൈ ചെയ്ത് കഴിക്കുക. ഇതൊക്കെ തന്നെയല്ലേ നിങ്ങളുടെയൊക്കെ വീട്ടിലെ അവസ്ഥയും? അപ്പോൾ നോക്കൂ, കാറ്റഗറൈസ് ഫുഡ് ഐറ്റംസ് ഇൻ ടു ദോസ് യു ലൈക്ക് ആൻഡ് ദോസ് യു ഡോണ്ട് ലൈക്ക്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? 2 ബോക്സ് ഉണ്ടാക്കുക. 2 കോളം വരച്ചിട്ട് 2 ബോക്സിലാക്കിയിട്ട് ഫുഡ് ഐറ്റംസ് ദാറ്റ് യു ലൈക്ക്, ഫുഡ് ഐറ്റംസ് ദാറ്റ് യു ഡോണ്ട് ലൈക്ക് എന്നാണ് 2 കോളംസിൽ എഴുതുക. എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം, ഇഷ്ടപ്പെടാത്ത ഭക്ഷണം എന്ന് നിങ്ങൾ തരംതിരിച്ച് എഴുതുക. ദെൻ നെക്സ്റ്റ്, ഡു യു തിങ്ക് ദാറ്റ് വി നീഡ് ടു ഈറ്റ് ഓൺലി ഫുഡ് ഐറ്റംസ് വി ലൈക്ക്? നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം മാത്രമേ നമ്മൾ കഴിച്ചാൽ മതി എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? ചിലരെന്ത് പറയും? യെസ്, ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് മാത്രം കഴിച്ചാൽ മതി. ചിലർ പറയും അല്ല, നമ്മളെല്ലാ ഫുഡും കഴിക്കണം. ശരിക്കും നമ്മളെല്ലാ ഫുഡും കഴിക്കണം, എന്നാലേ നമുക്ക് എല്ലാ ന്യൂട്രിയൻസും നമ്മുടെ ബോഡിയിലേക്ക് എത്തുകയുള്ളൂ. ഇൻ അവർ ഫുഡ് നോക്കൂ, വി ഫീൽ ടയേർഡ് ആൻഡ് വീക്ക് ഇഫ് വി ഡോണ്ട് ഹാവ് ഫുഡ് ഈവൻ വൺസ്. നമ്മൾ ഭക്ഷണം ഒരു നേരം കഴിച്ചിട്ടില്ലെങ്കിൽ നമ്മളാകെ ക്ഷീണിക്കും അല്ലെങ്കിൽ വീക്കാവും അല്ലേ. വൈ ഡു വി ഹാവ് ഫുഡ്? എന്തിനാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്? ഫസ്റ്റ് വൺ, ടു അക്വയർ ഇമ്മ്യൂണിറ്റി അല്ലേ, നമുക്ക് പ്രതിരോധ ശേഷി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കുന്നത്. നെക്സ്റ്റ് വൺ, ടു ഗ്രോ, നമ്മുടെ ടിഷ്യൂസിനോ അല്ലെങ്കിൽ സെല്ലിനൊക്കെ വളരാൻ വേണ്ടിയിട്ട് വേണ്ടേ ഫുഡ് വേണ്ടേ. അപ്പോൾ ടു ഗ്രോ, നമുക്ക് വളരാൻ വേണ്ടിയിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കുന്നു. പിന്നെയോ ടു ഗെറ്റ് എനർജി ഫോർ ഡൂയിങ് സം ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എനർജി ലഭിക്കാനായിട്ടും നമ്മൾ എന്ത് കഴിക്കണം? ഫുഡ് കഴിക്കണം. അപ്പം 3 പോയിൻറ്റ്സ് എന്തൊക്കെയാണ്? ടു അക്വയർ ഇമ്മ്യൂണിറ്റി, ടു ഗ്രോ, ദെൻ ടു ഗെറ്റ് എനർജി ഫോർ ഡൂയിങ് സം ആക്ടിവിറ്റീസ്. ഓക്കെ, വാട്ട് ഈസ് ദ പ്രോബ്ലം ഇഫ് വി ടേക്ക് ഓൺലി വൺ ടൈപ്പ് ഓഫ് ഫുഡ്? നമ്മൾ ഒരു ടൈപ്പ് ഫുഡ് മാത്രം കഴിച്ചാൽ എന്താണ് പ്രോബ്ലം? അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദെൻ നെക്സ്റ്റ്, ലെറ്റ് us ഫൈൻഡ് ഔട്ട് ദ തിങ്സ് ദാറ്റ് അവർ ബോഡി റിസീവ്സ് ഫ്രം ദ ഫുഡ് വി ടേക്ക്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നിന്ന് നമ്മുടെ ബോഡി എന്തെല്ലാമാണ് റിസീവ് ചെയ്യുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് റിസീവ് ചെയ്യുന്നതെന്നും നമുക്ക് നോക്കാം. അല്ലെങ്കിൽ നിങ്ങളോട് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് പറയുന്നത്. അത് നമുക്ക് നെക്സ്റ്റ് ആയിട്ട് അങ്ങനെ പഠിക്കാനുണ്ട്. അപ്പോൾ നോക്കാം കേട്ടോ. ലെറ്റ് us see what these have to say. ഇവയ്ക്കൊക്കെ എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ റൈസ് ആണ് അല്ലേ. അവ എന്താ പറയുന്നത്? ഇൻക്ലൂഡ് us in your diet. നിങ്ങളുടെ ഭക്ഷണത്തിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തൂ. വി ഹാവ് പ്ലെൻറ്റി ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്. ഞങ്ങളിൽ എന്തുണ്ട്? വി ഹാവ് പ്ലെൻറ്റി ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്. നന്നായിട്ട് കാർബോഹൈഡ്രേറ്റ്സ് ഉള്ളവയാണ് ഞങ്ങൾ.
ദെൻ ഫിഷ് എന്താ പറയുന്നത്, വി ആർ ഫുൾ ഓഫ് പ്രോട്ടീൻസ്. ഫിഷ് എന്താ പറയുന്നത്, അവ ഭക്ഷിച്ചാൽ നമുക്കെന്ത് ലഭിക്കും, പ്രോട്ടീൻസ് ലഭിക്കും. ദെൻ കോക്കനട്ട് ഓയിലാണ്, വി ഹാവ് എ ലോട്ട് ഓഫ് ഫാറ്റ്. അതിലെന്താ അടങ്ങിയിട്ടുള്ളത്, ഫാറ്റാണ്. ദെൻ നെക്സ്റ്റ്, വി പ്രൊവൈഡ് മിനറൽ സോൾട്ട്സ് ആൻഡ് വിറ്റാമിൻസ്. ആരാണ് പറയുന്നത്, വെജിറ്റബിൾസ് ആണ് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് ആണ് പറയുന്നത്. എന്താ പറയുന്നത്, ദേ കണ്ടെയ്ൻ മിനറൽ സോൾട്ട്സ് ആൻഡ് വിറ്റാമിൻസ്. ദെൻ നെക്സ്റ്റ്, വിച്ച് ന്യൂട്രിയൻസ് ആർ അവൈലബിൾ ഫ്രം ഫുഡ്. എന്തെല്ലാം ന്യൂട്രിയൻസ് ആണ് ഫുഡിൽ നിന്നും അവൈലബിൾ ആയിട്ടുള്ളത്. എക്സാമിൻ ദ ഇല്ലുസ്ട്രേഷൻ ആൻഡ് കംപ്ലീറ്റ് ദ ടേബിൾ. ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറയുന്നത്, മേലെ തന്നത് നോക്കിയിട്ട്. ഫുഡ് ഐറ്റംസ് എന്തൊക്കെയാണ്, റൈസ്, ഫിഷ്, ഓയിൽ, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. റൈസിൽ എന്താ ഉള്ളത്, എന്ത് ന്യൂട്രിയൻസ് അടങ്ങിയിട്ടുള്ളത്, കാർബോഹൈഡ്രേറ്റ് ആണ് അല്ലേ. ദെൻ ഫിഷിൽ പ്രോട്ടീൻസ്, ഓയിൽ, കോക്കനട്ട് ഓയിലിൽ എന്താണ്, ഫാറ്റാണ്. ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസിൽ എന്താണ്, മിനറൽ സോൾട്ട്സ് ആൻഡ് വിറ്റാമിൻസ് ആണ്. ഓക്കെ, വാട്ട് ഈസ് ദ നീഡ് ഓഫ് ഇൻക്ലൂഡിങ് കാർബോഹൈഡ്രേറ്റ്സ് ഇൻ അവർ ഡയറ്റ്. നമ്മുടെ ഡയറ്റിൽ കാർബോഹൈഡ്രേറ്റ്സ് ഇൻക്ലൂഡ് ചെയ്യേണ്ട ആവശ്യകത എന്താണ്. വിച്ച് ഫുഡ് ഐറ്റംസ് കണ്ടെയ്ൻ കാർബോഹൈഡ്രേറ്റ് ഇൻ പ്ലൻറ്റി. ഏത് ഫുഡ് ഐറ്റംസിലാണ് കൂടുതൽ കാർബോഹൈഡ്രേറ്റ് ഉള്ളത്. നോക്കൂ, ഫസ്റ്റ് വൺ കാർബോഹൈഡ്രേറ്റ്. നോക്കൂ, എന്താണ് കാർബോഹൈഡ്രേറ്റിനെ പറ്റി പറയുന്നതെന്ന്. കാർബോഹൈഡ്രേറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് കാർബൺ, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. അപ്പോൾ എന്താണ് കാർബോഹൈഡ്രേറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് കാർബൺ, ഹൈഡ്രജൻ ആൻഡ് ഓക്സിജൻ. ഓക്സിജനും ഹൈഡ്രജനും കാർബണും കൂടി ചേർന്നിട്ടാണ് കാർബോഹൈഡ്രേറ്റ് ഉണ്ടാവുന്നത്. ഇറ്റ്സ് chief function is to provide energy for physiological activities. നമ്മുടെ ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസ് നടക്കാൻ വേണ്ടിയിട്ടുള്ള എനർജി പ്രൊവൈഡ് ചെയ്യലാണ് നമ്മുടെ കാർബോഹൈഡ്രേറ്റിൻ്റെ ഡ്യൂട്ടി. അപ്പം എന്താണ് കാർബോഹൈഡ്രേറ്റിൻ്റെ ഡ്യൂട്ടി? ടു പ്രൊവൈഡ് എനർജി ഫോർ ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസ്. നമ്മുടെ ശരീരപ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എനർജി നൽകലാണ് നമ്മുടെ കാർബോഹൈഡ്രേറ്റിൻ്റെ ഫങ്ഷൻ. ദെൻ സ്റ്റാർച്ച്, ഷുഗർ, ഗ്ലൂക്കോസ് ആൻഡ് സെല്ലുലോസ് ആർ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് കാർബോഹൈഡ്രേറ്റ്. അപ്പോൾ കാർബോഹൈഡ്രേറ്റിൻ്റെ ഫോംസ് ഏതൊക്കെയാണ്? സ്റ്റാർച്ച്, അത് നിങ്ങൾക്ക് പരിചയമുണ്ടാവും അല്ലേ. സ്റ്റാർച്ച്, ഷുഗർ, ഗ്ലൂക്കോസ് ആൻഡ് സെല്ലുലോസ് ആർ ദ different forms of carbohydrate. Then carbohydrate is present in plenty in cereals and tubers in the form of starch. കാർബോഹൈഡ്രേറ്റ് സ്റ്റാർച്ചിൻ്റെ ഫോമിലായിട്ട് സിറിയൽസിലും ട്യൂബേഴ്സിലും ധാരാളമായി കാണുന്നു. എക്സാമ്പിൾ എന്തൊക്കെ പറയാം നമുക്ക്? ഓട്സിലുണ്ട് കാർബോഹൈഡ്രേറ്റ്സ്, പിന്നെയോ വീറ്റിൽ, റൈസിൽ, ബനാന, സ്വീറ്റ് പൊട്ടാറ്റോ, ബീട്രൂട്ട്, ഓറഞ്ച് എന്നിവയിലൊക്കെ കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നോക്കൂ, എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യാനാണ് എനർജി ലഭിക്കുന്നത്? കളിക്കാൻ അല്ലേ, പഠിക്കാൻ, നീന്താൻ, അതൊക്കെയാണല്ലേ ബുക്കിൽ കാണിക്കുന്ന എക്സാമ്പിൾസ്. ചുരുക്കി പറയുകയാണെങ്കിൽ എല്ലാത്തരം ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള എനർജി പ്രൊവൈഡ് ചെയ്യലാണ് കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ഡ്യൂട്ടി. അപ്പോൾ എന്തൊക്കെയാണ് ഇവിടെയുള്ള പോയിന്റ്സ്? ഫസ്റ്റ് പോയിന്റ് എന്താണ്? കാർബോഹൈഡ്രേറ്റ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. മെയിൻ ഫങ്ഷൻ ഈസ് പ്രൊവൈഡ് എനർജി ഫോർ ഫിസിയോളജിക്കൽ ആക്ടിവിറ്റി. സ്റ്റാർച്ച്, ഷുഗർ, ഗ്ലൂക്കോസ് ആൻഡ് സെല്ലുലോസ് ആർ ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് കാർബോഹൈഡ്രേറ്റ്. പിന്നെയോ കാർബോഹൈഡ്രേറ്റ് മെയിൻലി പ്രസൻറ്റ് ഇൻ cereals and tubers in the form of starch. Okay. The energy we need to do work comes mainly from carbohydrate. നമുക്ക് വർക്ക് ചെയ്യാനുള്ള എനർജി അധികവുമായി കിട്ടുന്നത് കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ്. ഡു വി പെർഫോം ദ ആക്ടിവിറ്റീസ് ദാറ്റ് ആർ ഷോൺ ഇൻ ദ പിക്ചർ? പിക്ചറിൽ കാണിച്ചിട്ടുള്ള ആക്ടിവിറ്റീസ് മാത്രമാണോ നമ്മളൊരു ദിവസം ചെയ്യുന്നത്? വാട്ട് ആർ ദ അതർ ആക്ടിവിറ്റീസ് ദാറ്റ് വി എൻഗേജ് അവർ സെൽഫ്സ് ഇൻ? നമ്മൾ വേറെ എന്തെല്ലാം ആക്ടിവിറ്റീസിലാണ് നമ്മൾ ഒരു ദിവസം ഇടപഴകുന്നത്? എന്തെല്ലാം ആക്ടിവിറ്റീസാണ് നിങ്ങളൊരു ദിവസം ചെയ്യുന്നത്? ഒന്ന് ഓർത്ത് നോക്കൂ. ഡോണ്ട് വി നീഡ് എ ലോട്ട് ഓഫ് എനർജി ടു ഡു ഓൾ ദീസ് ആക്ടിവിറ്റീസ്? അപ്പോൾ ഇതൊന്നുമല്ലാതെ ഒരുപാട് ആക്ടിവിറ്റീസുകളിൽ നമ്മൾ ഒരു ദിവസം ഏർപ്പെടുന്നുണ്ട്.
അതൊക്കെ ചെയ്യാനും നമുക്ക് എന്ത് വേണം? ഒരുപാട് എനർജി ആവശ്യവുമുണ്ട്. വിച്ച് ഈസ് ദ ഫുഡ് ഐറ്റം ദാറ്റ് കോൺസ്റ്റിറ്റ്യൂട്ട്സ് ദ മേജർ പാർട്ട് ഓഫ് യുവർ ഡയറ്റ്? ഏത് ഫുഡ് ഐറ്റമാണ് നിങ്ങളുടെ ഡയറ്റിൽ ഏറ്റവും കൂടുതൽ ഉൾപ്പെടുന്നത്? വൈ ഡു യു ഇൻക്ലൂഡ് ദിസ് ഐറ്റം ഇൻ ഹയർ ക്വാണ്ടിറ്റി? എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു ഫുഡ് ഐറ്റം കൂടുതൽ ഹയർ ക്വാണ്ടിറ്റിയിൽ ഉൾപ്പെടുത്തുന്നത്? റൈറ്റ് ഡൗൺ യുവർ ഫൈൻഡിങ്സ് ഇൻ യുവർ സയൻസ് ഡയറി. നിങ്ങളുടെ സയൻസ് ഡയറിയിൽ അത് നിങ്ങൾ വ്യക്തമാക്കി എഴുതുക. നമ്മൾ കേരളത്തിലുള്ള ജനങ്ങൾ അധികവുമായി കഴിക്കുന്നത് റൈസാണ് അല്ലേ? അവരുടെ ഭക്ഷണത്തിലെ അധികം ഉൾപ്പെടുത്തുന്നത് റൈസാണ്, ചോറാണ് അല്ലേ? നോർത്ത് ഇന്ത്യൻസ് ആണെങ്കിൽ അവർ വീറ്റാണ് അധികവും കഴിക്കുന്നത്. ഈ റൈസും വീറ്റിലൊക്കെ എന്താണ് അടങ്ങിയിട്ടുള്ളത്? കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് കൂടുതലാണ്. കാർബോഹൈഡ്രേറ്റ് കൂടിയ ഭക്ഷണം കഴിച്ചാലേ നമ്മുടെ ആക്ടിവിറ്റീസ് ചെയ്യാനുള്ള എനർജി പ്രൊവൈഡ് ആവുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് ആ ക്വസ്റ്റ്യൻസിൻ്റെ ആൻസർ. ഏത് ഭക്ഷണമാണ് ചോദിച്ചാൽ റൈസാണ്. ദെൻ എന്തുകൊണ്ടാണ് ഹയർ ക്വാണ്ടിറ്റിയിൽ ഇത് കഴിക്കുന്നതെന്ന് ചോദിച്ചാൽ these food items contain more carbohydrates. These carbohydrates provide energy to do all activities. Okay, then which among the following food items will you include in your diet if you avoid rice for a day? Why? അപ്പോൾ ഒരു ദിവസം നിങ്ങൾ റൈസ് കഴിക്കുന്നില്ല, ചോറ് കഴിക്കുന്നില്ല എങ്കിൽ അടിയിൽ തന്നിട്ടുള്ള ഏത് ഫുഡ് ഐറ്റംസ് ആണ് അതിന് പകരമായി നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക? എന്തുകൊണ്ട്? ഏതാണ്? ടാപ്പിയോക്കയാണ്. എഗ്ഗ്, ബനാന, ടാപ്പിയോക്ക, മിൽക്ക് ഇവയാണ് നൽകിയിട്ടുള്ളത്. അതിൽ നമ്മൾ ടാപ്പിയോക്കയാണ് ഉൾപ്പെടുത്തുക. കാരണം എന്താണ്? ടാപ്പിയോക്ക കണ്ടെയ്ൻ മോർ കാർബോഹൈഡ്രേറ്റ്സ്. ഓക്കെ, ഹൗ ക്യാൻ വി ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് സ്റ്റാർച്ച് ഇൻ ഫുഡ്? എങ്ങനെയാണ് ഒരു ഫുഡ് ഐറ്റംസിൽ സ്റ്റാർച്ച് ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക? എങ്ങനെയാണ് നമ്മൾ ഡിറ്റക്ട് ചെയ്യുക പ്രസൻസ് ഓഫ് സ്റ്റാർച്ച് ഇൻ എ ഫുഡ്? ദെൻ നോക്കൂ, ഡിറ്റക്ടിങ് സ്റ്റാർച്ച്. ആദ്യം എന്തൊക്കെയാണ് മെറ്റീരിയൽസ് റിക്വയർഡ്? എന്തെല്ലാം മെറ്റീരിയൽസ് റിക്വയർഡ് ആണ് ഈ ഒരു എക്സ്പെരിമെൻറ്റിന് വേണ്ടത്? ഫസ്റ്റ് എന്താണ്? ഒരു ടെസ്റ്റ് ട്യൂബ് വേണം. റൈസ് ഗ്രൂവൽ, അത് പറഞ്ഞാൽ കഞ്ഞിവെള്ളം. ഓക്കെ, ദെൻ ഡൈല്യൂട്ടഡ് അയോഡിൻ സൊല്യൂഷൻ. പിന്നെ ഒരു അയോഡിൻ സൊല്യൂഷനാണ് വേണ്ടത്. അയോഡിൻ സൊല്യൂഷൻ നിങ്ങൾക്കിപ്പോൾ വീട്ടുകളിലൊന്നും അവൈലബിൾ ആകില്ല. പിന്നെ നേഴ്സുമാരുടെ വീട്ടിൽ അല്ലെങ്കിൽ ഫാർമസിസ്റ്റിൻ്റെ വീടുകളിൽ അല്ലെങ്കിൽ ഈ ഹോസ്പിറ്റലുമായി എന്തെങ്കിലും ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാരുടെ വീട്ടിൽ നമ്മുടെ മുറിവ് കെട്ടാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു സൊല്യൂഷൻ കണ്ടിട്ടുണ്ടാവും. അയഡിൻ എന്ന് പറയും. അല്ലെങ്കിൽ ബിറ്റാഡിൻ്റെ ഒക്കെ ഫോമിലുള്ള ലിക്വിഡ് ഫോമിലുള്ള ഒരു ലോഷൻ അല്ലെങ്കിൽ ഒരു ലിക്വിഡ് ഫോമാണ് അയോഡിൻ സൊല്യൂഷന്. അത് പൊതുവെ വീടുകളിൽ അവൈലബിൾ അല്ല. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് സ്റ്റാർച്ച് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടത്. ഈ അയോഡിൻ സൊല്യൂഷൻ നമുക്ക് ഫാർമസിയിൽ നിന്ന് വാങ്ങാൻ കിട്ടും. ചെറിയ പൈസയേ ഉള്ളൂ. പറ്റുമെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് വാങ്ങി ചെയ്ത് നോക്കാം. ഓക്കെ, ദെൻ പ്രൊസീജിയർ എന്താണ്? ടേക്ക് സം റൈസ് ഗ്രൂവൽ ഇൻ എ ടെസ്റ്റ് ട്യൂബ്. കുറച്ച് കഞ്ഞിവെള്ളം ഒരു ടെസ്റ്റ് ട്യൂബിൽ എടുക്കുക. ആഡ് 2-3 ഡ്രോപ്സ് ഓഫ് അയോഡിൻ സൊല്യൂഷൻ. അതിലേക്ക് എന്ത് ചെയ്യുക? 2-3 തുള്ളി അയോഡിൻ സൊല്യൂഷൻ ആഡ് ചെയ്യുക. ഒബ്സർവ് ദ കളർ. എന്നിട്ട് നിങ്ങൾ അതിൻ്റെ കളർ ഒബ്സർവ് ചെയ്യുക. ഇനി ഹാവ് യു നൗ അണ്ടർസ്റ്റുഡ് ഹൗ ടു ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് സ്റ്റാർച്ച് ഇൻ ഫുഡ് ഐറ്റംസ്? ടെസ്റ്റ് എഗ്ഗ്, ബനാന, ടാപ്പിയോക്ക ആൻഡ് മിൽക്ക് ഇൻ ദ സെയിം വേ. നിങ്ങൾ എന്ത് ചെയ്യണം? ഇതുപോലെ തന്നെ എഗ്ഗ്, ബനാന, ടാപ്പിയോക്ക എന്ന് പറഞ്ഞാൽ പൂള അല്ലെങ്കിൽ കപ്പ എന്നും പറയും, മിൽക്ക്, ഇതൊക്കെ ഇതേപോലെ തന്നെ ഒന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാം. അപ്പം നമ്മൾ ആദ്യം കഞ്ഞിവെള്ളത്തിൽ 2-3 തുള്ളി അയഡിൻ സൊല്യൂഷൻ ഒഴിക്കുമ്പോൾ കടും നീല നിറമാണ് വരിക. കാരണം എന്താണ്? സ്റ്റാർച്ചുമായി നമ്മുടെ അയഡിൻ സൊല്യൂഷൻ കമ്പൈൻ ചെയ്യുമ്പോൾ അതിലെന്ത് കളറാണ് കിട്ടുക? കടും നീല കളറാണ് കിട്ടുക. അപ്പോൾ അത് ഈ കഞ്ഞിവെള്ളത്തിൽ സ്റ്റാർച്ച് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇനിയോ നമുക്ക് എഗ്ഗ് ആണെങ്കിലോ എഗ്ഗിലേക്ക് എന്ത് ചെയ്യുക? കുറച്ച് അയഡിൻ സൊല്യൂഷൻ, എഗ്ഗ് ഒരു ടെസ്റ്റ് ട്യൂബിലിട്ടിട്ട് കുറച്ച് ഡൈല്യൂട്ട് ആയിട്ടുള്ള അയഡിൻ സൊല്യൂഷന് ഒഴിക്കുക. ഓക്കെ, അപ്പോൾ എന്ത് കളറായിരിക്കും? ഒരു കളർ ചേഞ്ചും ഉണ്ടാവില്ല. കാരണം എന്താണ്? എഗ്ഗിൽ സ്റ്റാർച്ച് പ്രസൻ്റ് അല്ല. പിന്നെ ബനാനയിലേക്ക് ഒരു കഷ്ണം ബനാന എടുത്തിട്ട് അതിലേക്ക് നമുക്കൊരു 2-3 ഡ്രോപ്സ് അയഡിൻ സൊല്യൂഷൻ ഒഴിച്ച് നോക്കാം. അപ്പോൾ എന്ത് കളർ കാണും? നമുക്കൊരു ബ്ലൂ കളർ കിട്ടും. അതുകൊണ്ട് ബനാനയിൽ എന്താണ്? സ്റ്റാർച്ച് പ്രസൻ്റ് ആണ്.
ദെൻ ടോപ്പിയോക്കയിൽ നമ്മൾ ആദ്യമേ പറഞ്ഞു കാർബോഹൈഡ്രേറ്റിൻ്റെ പ്രസൻസ് ഉണ്ട് എന്ന്, അതുകൊണ്ട് സ്റ്റാർച്ച് പ്രസൻ്റ് ആണ്, ബ്ലൂ കളർ കിട്ടും. ഓക്കെ. മിൽക്കിൽ സ്റ്റാർച്ച് പ്രസൻ്റ് അല്ല. മിൽക്കിലേക്ക് അയഡിൻ സൊല്യൂഷൻ ആഡ് ചെയ്താൽ കളറൊന്നും കാണില്ല. അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ മിൽക്കിൽ സ്റ്റാർച്ച് പ്രസൻ്റ് അല്ല. Iodine test. A deep blue color is formed when starch react with iodine solution. Iodine solutionുമായി സ്റ്റാർച്ച് റിയാക്ട് ചെയ്യുമ്പോൾ ഒരു ഡീപ്പ് ബ്ലൂ കളർ കിട്ടും. അതാണ് നമുക്ക് ബനാനയിൽ ടോപ്പിയോക്കയിലൊക്കെ കിട്ടാൻ കാരണം. ബനാനയിലുള്ള സ്റ്റാർച്ച് നമ്മുടെ അയഡിൻ സൊല്യൂഷനുമായി കമ്പൈൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റിയാക്ട് ചെയ്യുമ്പോഴാണ് ഡീപ്പ് ബ്ലൂ കളർ അതിൽ ഫോം ചെയ്യുന്നത്. ടോപ്പിയോക്കയിൽ അത് തന്നെ, മനസ്സിലായോ? Then conduct this experiment on more food items and record the inference in your science diary. അപ്പോൾ നിങ്ങളടുത്ത് സയൻസ് ഡയറിയിൽ നിങ്ങളോട് ഈ എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്തിട്ട് ഒരുപാട് ഫുഡ് ഐറ്റംസിൽ കണ്ടക്ട് ചെയ്ത് കണ്ട് റെക്കോർഡ് ചെയ്യാനാണ് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് കോളം എന്താണ് എഴുതുക? ഫുഡ് ഐറ്റംസ് എഴുതുക. ദെൻ നെക്സ്റ്റ് കോളം എന്ത് ചെയ്യുക? കളർ ഫോംഡ് ഓൺ ആഡിങ് അയഡിൻ. അയഡിൻ ആഡ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കളർ എഴുതുക. പിന്നെ അതിൻ്റെ ഇൻഫറൻസ് ചെയ്ത് അങ്ങനെ 3 കോളംസ് വരയ്ക്കുക. എന്നിട്ട് ആദ്യം ഫുഡ് ഐറ്റംസിൽ എന്തൊക്കെ കൊടുക്കാം? ആഷ് ഗ്രൗണ്ട്, കുമ്പളങ്ങ, ദെൻ വീറ്റ് ഫ്ലോർ, പൊട്ടറ്റോ, റൈസ്, മിൽക്ക്, ബനാന, ബോയിൽഡ് എഗ്ഗും കോൺഫ്ലവറും കൂടി നമുക്ക് ആഡ് ചെയ്യാം. ഇനി നോക്കൂ, കളർ ഫോംഡ് ഓൺ ആഡിങ് അയഡിൻ. ആഷ് ഗ്രൗണ്ടിലാണെങ്കിൽ ഒരു കളറും വരില്ല, നോ കളർ. ഇൻഫറൻസ് എന്താണ്? സ്റ്റാർച്ച് നോട്ട് പ്രസൻറ്റ്. വീറ്റ് ഫ്ലോറിലാണെങ്കിലോ ബ്ലൂ കളർ പ്രസൻറ്റ്, സ്റ്റാർച്ച് പ്രസൻറ്റ്. പൊട്ടറ്റോയിലും റൈസിലും ബ്ലൂ കളർ പ്രസൻ്റ് ആണ്, സ്റ്റാർച്ചും പ്രസൻ്റ് ആണ്. മിൽക്കിൽ നോ കളർ, സ്റ്റാർച്ച് നോട്ട് പ്രസൻറ്റ്. ബനാനയിലോ ബ്ലൂ കളർ പ്രസൻറ്റ്, സ്റ്റാർച്ച് പ്രസൻറ്റ്. ബോയിൽഡ് എഗ്ഗിലാണെങ്കിലോ നോ കളർ, സ്റ്റാർച്ച് നോട്ട് പ്രസൻറ്റ്. കോൺഫ്ലോറിലാണെങ്കിലോ ബ്ലൂ കളർ പ്രസൻറ്റ്, സ്റ്റാർച്ച് പ്രസൻറ്റ്. ഓക്കെ. അപ്പോൾ കാർബോഹൈഡ്രേറ്റിൻ്റെ സെക്ഷൻ കഴിഞ്ഞു. നന്നായിട്ട് മനസ്സിലായെന്ന് കരുതുന്നു. ഇനി നെക്സ്റ്റ് എന്താണ്? പ്രോട്ടീനാണ്. പ്രോട്ടീനെ കുറിച്ചിട്ടുള്ളതാണ്. എന്താണ് പ്രോട്ടീൻ? പ്രോട്ടീൻ ഫുഡാണ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? പ്രോട്ടീൻ. ദെൻ നോക്കൂ, ലുക്ക് അറ്റ് ദീസ് പിക്ചേഴ്സ്. അടിയിൽ തന്നിട്ട് 2 പിക്ചേഴ്സ് നോക്കൂ. വാട്ട് ഈസ് യുവർ ഒബ്സർവേഷൻ അബൌട്ട് ദ ഗ്രോത്ത് ഓഫ് ദീസ് 2 ചിൽഡ്രൻ? വാട്ട് മേ ബി ദ റീസൺ ഫോർ ദിസ് ഡിഫറൻസ്? കണ്ടോ 2 പിക്ചർ? ഒരു കുട്ടിയെ കണ്ടാൽ നമുക്കറിയാം നല്ല എനർജറ്റിക് ആയിട്ടുള്ള നല്ലൊരു ബോയ് അല്ലേ? മറ്റേത് എന്തോ ഒരു അസുഖം ബാധിതനായതുപോലെ അല്ലേ? എന്താണ്? ഒരു തീരെ ആവതില്ലാത്തതുപോലെ, തീരെ വയ്യാത്തതുപോലെ എന്നൊക്കെ പറയാം. എനർജിയുടെ കുറവോ അല്ലെങ്കിൽ പ്രോട്ടീൻ്റെ ഒക്കെ കുറവ് കൊണ്ട് ഉണ്ടാകുന്നൊരവസ്ഥയാണ് അല്ലേ ആ ഒരു കുട്ടിയെ നമുക്ക് കാണുമ്പോൾ തോന്നുന്നത്. ഈ ഒരു അസുഖത്തിൻ്റെ പേരാണ്, ആ ഒരു കുട്ടിയുടെ ഫോട്ടോ കണ്ടല്ലോ, ആ ഒരു അസുഖത്തിൻ്റെ പേരാണ് കോഷിയോക്കർ. ഞാൻ വേറൊരു ഫോട്ടോ കൂടി കാണിച്ചു തരാം. ഈ പിക്ചർ കണ്ടോ നിങ്ങൾ? അതിൽ ആ കുട്ടികളുടെ വയറ് വീർത്തിട്ടുണ്ടല്ലേ? അങ്ങനത്തെ ഒരു അസുഖമാണ് കോഷിയോക്കർ. അതെന്താണ്? പ്രോട്ടീൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടുള്ളതാണ്, അല്ലാതെ വേറെ എന്തെങ്കിലും തരത്തിൽ വൈറസോ ബാക്ടീരിയയോ എഫക്റ്റ് ചെയ്തിട്ട് വരുന്ന ഒരു രോഗമല്ല, പാരമ്പര്യ രോഗവുമല്ല. എന്താണ്? അവർക്ക് ആവശ്യത്തിനുള്ള ഫുഡ് ഐറ്റംസിൽ നിന്നും കിട്ടേണ്ട പ്രോട്ടീൻസ് ഒന്നും കിട്ടാത്തത് കൊണ്ട് വരുന്നൊരു രോഗമാണ് കോഷിയോക്കർ എന്ന് പറയുന്നത്. ഇനി നോക്കൂ, ബിഹൈൻഡ് ഗ്രോത്തിൻ്റെ പിന്നിൽ. പ്രോട്ടീൻ ഈസ് എ മേജർ ഫുഡ് കോൺസ്റ്റിറ്റ്യൂവൻറ്റ് ദാറ്റ് ഹെൽപ്സ് ദ ഡെവലപ്മെൻറ്റ് ആൻഡ് ഗ്രോത്ത് ഓഫ് ദ ബോഡി. നമ്മുടെ ബോഡിയുടെ ഗ്രോത്തിനും ഡെവലപ്മെൻറ്റിനും അത്യാവശ്യമായൊരു ഘടകമാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. Protein is essential for the formation of cells, hair, digestive juices, etc. in the body. നമ്മുടെ ബോഡിയിൽ പ്രോട്ടീൻ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുടി, പ്രോട്ടീൻ്റെ കുറവ് കൊണ്ടും മുടി കൊഴിച്ചിൽ വരാം. അതുപോലെ തന്നെ ഫോർമേഷൻ ഓഫ് സെല്ലുകളുടെ ഫോർമേഷൻ. സെല്ലുകൾ വിഘടിച്ചിട്ടാണല്ലോ നമ്മൾ ഗ്രോ ചെയ്യുന്നത്. സെല്ലെന്താവും? ടിഷ്യൂ ഓർഗനാവും. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ സെല്ലിൻ്റെ ഫോർമേഷൻ ഓഫ് സെൽസിന് എസെൻഷ്യലാണ്. അതുപോലെ ഡൈജസ്റ്റീവ് ജ്യൂസസ്, നമ്മുടെ സ്റ്റൊമക്കിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡൈജസ്റ്റീവ് ജ്യൂസസ് ഉണ്ടാകാനും എസെൻഷ്യൽ ഫാക്ടറാണ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഓക്കെ. ദെൻ നോക്കൂ, പ്രോട്ടീൻ പ്രൊഡ്യൂസസ് എനർജി ഇൻ ദ ആബ്സെൻസ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ്. കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അഭാവത്തിൽ പ്രോട്ടീൻ എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? എനർജി പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ ഒരു ടൈമിൽ നമ്മൾ കാർബോഹൈഡ്രേറ്റിൻ്റെ ഫുഡ് എടുത്തിട്ടില്ല എന്ന് കരുതുക. അപ്പോൾ എന്താകും? നമ്മൾ പ്രോട്ടീൻ ഫുഡാണ് എടുത്തതെങ്കിൽ ആ പ്രോട്ടീൻ എന്ത് ചെയ്യും? കാർബോഹൈഡ്രേറ്റ്സിൻ്റെ അഭാവത്തിൽ
എന്ത് ചെയ്യും? പ്രോട്ടീന് എനർജി പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, ദെൻ പ്രോട്ടീൻ കണ്ടെയ്ൻസ് ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ, നൈട്രജൻ ആൻഡ് സൾഫർ. അപ്പോൾ എന്താണ് പ്രോട്ടീനിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത്? പ്രോട്ടീൻ കണ്ടെയ്ൻസ് ഹൈഡ്രജൻ, കാർബൺ, ഓക്സിജൻ, നൈട്രജൻ ആൻഡ് സൾഫർ. In accordance with the body weight, one should obtain protein from diet at the rate of 1 gram per kilogram. നമ്മുടെ വെയിറ്റ് അനുസരിച്ചിട്ട് നമ്മൾ 1 കിലോഗ്രാമിന് 1 ഗ്രാം പ്രോട്ടീൻ എന്ന അളവിൽ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തണം. ഓക്കെ, മനസ്സിലായല്ലോ? ഡു യു നോ യുവർ ബോഡി വെയ്റ്റ്? എത്രയാണ് നിങ്ങളുടെ ബോഡി വെയ്റ്റ് എന്നറിയാം നിങ്ങൾക്ക്? ഹൗ മെനി ഗ്രാം ഓഫ് പ്രോട്ടീൻ ഡു യു നീഡ് എ ഡേ? അപ്പോൾ എത്ര പ്രോട്ടീനാണ് നിങ്ങൾ ഒരു ദിവസം വേണ്ടത്? നമ്മൾ പറഞ്ഞു ഒരു പ്രോട്ടീൻ അല്ല, 1 കിലോഗ്രാമിന് 1 ഗ്രാം പ്രോട്ടീനാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾ ഒരു 15 കിലോ തൂക്കമുള്ള ഒരാളാണെങ്കിൽ 15 ഗ്രാം പ്രോട്ടീൻ നിങ്ങൾക്ക് വേണം, ഒരു ദിവസം നിങ്ങൾ എടുക്കണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളൊന്ന് വെയിറ്റൊക്കെ നോക്കുക. അപ്പോൾ നിങ്ങൾക്കറിയാൻ പറ്റും എത്ര പ്രോട്ടീൻ്റെ അളവാണ് നിങ്ങൾ ഒരു ദിവസം കൺസ്യൂം ചെയ്യേണ്ടതെന്ന്. ഓക്കെ, ദെൻ നോക്കൂ, ക്വാഷിയോക്കർ. ക്വാഷിയോക്കർ ഈസ് എ ഡിസീസ് കോസ്ഡ് ബൈ ദ ഡെഫിഷ്യൻസി ഓഫ് പ്രോട്ടീൻ. പ്രോട്ടീൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടുവരുന്ന ഒരു അസുഖമാണ് ക്വാഷിയോക്കർ. ദ ബോഡി ഓഫ് ദ അഫക്റ്റഡ് വിൽ ബി വീക്ക് ആൻഡ് വിത്ത് എ പ്രൊട്യൂട്ടഡ് ബെല്ലി. നമ്മൾ കണ്ടല്ലോ, മുന്നത്തെ പിക്ചറിൽ കണ്ടപ്പോൾ ഒരു 2 കുട്ടികൾ വയറിങ്ങനെ വീർത്ത് നിൽക്കുന്നത് കണ്ടല്ലോ. അതാണ് ഈ ഒരു അസുഖത്തിൻ്റെ കാരണം. ദ ബോഡി ഓഫ് ദ അഫക്റ്റഡ്, ആരുടെ ബോഡിക്കാണോ ഈ ഒരു അസുഖം അഫക്റ്റ് ചെയ്തിട്ടുള്ളത് അവർ വീക്കായിരിക്കും, അവർക്ക് ക്ഷീണിതനായിരിക്കും. അതുപോലെ തന്നെ പ്രൊട്യൂട്ടഡ് ബെല്ലി ആയിരിക്കും, അവരുടെ ആ ബെല്ലി പുറത്തേക്ക് തള്ളി നിൽക്കുന്നതായിരിക്കും, അവരുടെ സ്റ്റൊമക്ക് പുറത്തേക്ക് തള്ളി നിൽക്കുന്നതായിരിക്കും. ഓക്കെ, ദെൻ ഡെഫിഷ്യൻസി ഓഫ് പ്രോട്ടീൻ ലീഡ്സ് ടു റിട്ടർഡേഷൻ ഓഫ് ഗ്രോത്ത്. അതുപോലെ തന്നെയാണ് നമ്മുടെ പ്രോട്ടീൻ്റെ അളവ് കുറവാണെങ്കിൽ നമ്മുടെ ഗ്രോത്തിനെ അത് നന്നായിട്ട് ബാധിക്കും, ഗ്രോത്തിനെ കീപ്പോട്ട് വെക്കും, വളർച്ചയെ മുരടിപ്പിക്കും. അപ്പം പ്രോട്ടീൻ്റെ ഡെഫിഷ്യൻസി എന്താവും? നമ്മുടെ വളർച്ചയെ തന്നെ മുരടിപ്പിച്ച ഒരവസ്ഥയാകും. നോക്കൂ, ഫ്രം വിച്ച് ഫുഡ് ഐറ്റംസ് ഡു വി ഗെറ്റ് പ്ലൻറ്റി ഓഫ് പ്രോട്ടീൻ? ഏത് ഫുഡ് ഐറ്റംസിൽ നിന്നാണ് നമുക്ക് ഒരുപാട് പ്രോട്ടീൻ കിട്ടുന്നത്? നമ്മൾ ഫസ്റ്റ് പേജിൽ തന്നെ കണ്ടു, ഫിഷസ് ഗിവ്സ് പ്രോട്ടീൻ അല്ലേ? ഫിഷിൽ നിന്ന്, അതുപോലെ തന്നെ മീറ്റിൽ നിന്ന്. പിന്നെയോ ചിക്കൻ, മീറ്റ് എന്ന് പറയുന്നതിൽ ചിക്കന് പൊലൂട്ടറി ഫാംസിലുള്ളതൊക്കെ ഉൾപ്പെടും. അതുപോലെ മിൽക്ക്, ഇവയിൽ നിന്നൊക്കെ നമുക്ക് പ്രോട്ടീൻ ലഭിക്കുന്നതാണ്. എക്സാമിൻ ദ ക്വാണ്ടിറ്റി ഓഫ് പ്രോട്ടീൻ കണ്ടെയ്ൻഡ് ഇൻ ഡിഫറെൻറ്റ് ഫുഡ് ഐറ്റംസ്. ഡിഫറെൻറ്റ് ഫുഡ് ഐറ്റംസ് ആ ഒരു കോളത്തിൽ തന്നിട്ടുണ്ട്, കണ്ടോ നിങ്ങളെ? അതിൽ എത്രയാണ് പ്രോട്ടീൻ്റെ അളവ് ഉള്ളത് എന്നാണ് നോക്കുന്നത്. അപ്പം നമുക്ക് ജസ്റ്റ് ഓരോന്നൊന്ന് നോക്കാം. ഫുഡ് ഐറ്റം 100 ഗ്രാം റൈസിൽ 6.8 ഗ്രാം ആണ് പ്രോട്ടീൻ ഉള്ളത്. 100 ഗ്രാം വീറ്റിൽ 11.8 ഗ്രാം പ്രോട്ടീനാണുള്ളത്. 100 ഗ്രാം കാഷ്യൂ നട്ടിൽ 21.2 ഗ്രാം ഉണ്ട്. അതുപോലെ സാഡൈൻ എന്ന് പറഞ്ഞാൽ മത്തിയാണ് കേട്ടോ. മത്തിയിൽ എത്രയാണ്? 19.6 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്. ഡക്ക് 21.6 ഉണ്ട്. ഡക്സ് എഗ്ഗ് 13.5 ഉണ്ട്. ഹെൻസ് എഗ്ഗ് 13.3. മട്ടൻ 21.4. കൗസ് മിൽക്ക് 3.2. ഗ്രീൻ ഗ്രാം 24 ഗ്രാം. ഗ്രൗണ്ട് നട്ട് 17.1. ഡു യു ഗെറ്റ് ദ റിക്വയർഡ് എമൗണ്ട് ഓഫ് പ്രോട്ടീൻ ഫ്രം യുവർ ഡെയിലി ഡയറ്റ്? നിങ്ങൾ ഓരോ ദിവസം കഴിക്കുന്ന ഡെയിലി ഡയറ്റ് ഉണ്ടല്ലോ, ആ ഫുഡിൽ നിന്നും നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള പ്രോട്ടീൻ ലഭിക്കുന്നുണ്ടോ? കാരണം നിങ്ങളുടെ ഒരു തൂക്കത്തിനനുസരിച്ചാണ് ഗ്രാം പ്രോട്ടീനാണ് കഴിക്കേണ്ടതെന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞു. നിങ്ങളൊരു 1 കിലോഗ്രാമിന് 1 ഗ്രാം പ്രോട്ടീൻ ലഭിക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ കറക്റ്റ് വെയിറ്റ് എത്രയാണോ അത്ര തന്നെ അതിൻ്റെ അത്ര കറക്റ്റായിട്ടുള്ള ഗ്രാമിന് നിങ്ങൾക്ക് ഒരു ദിവസം നിങ്ങളുടെ ഡെയിലി ഡയറ്റിൽ നിങ്ങൾക്ക് ആ ഒരു പ്രോട്ടീൻ ലഭിക്കുന്നുണ്ടോ എന്നാണ് ചോദിച്ചത്. വാട്ട് ഈസ് ദ അഡ്വാൻറ്റേജ് ഓഫ് സപ്ലൈയിങ് ഗ്രീൻ ഗ്രാം ആസ് പാർട്ട് ഓഫ് ദ മിഡ് ഡേ മീൽ ഇൻ സ്കൂൾസ്? നമുക്ക് അവിടുന്ന് സ്കൂളിൽ നിന്ന് കിട്ടുന്ന മിഡ് ഡേ ഉണ്ടല്ലോ, ഉച്ചയ്ക്ക് കിട്ടുന്ന ലഞ്ചിൽ അവരെന്ത് ഉൾപ്പെടുത്തും? ഗ്രീൻ ഗ്രാം ഉൾപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ അഡ്വാൻറ്റേജ് എന്താണ്? കാരണം ഗ്രീൻ ഗ്രാമിൽ പ്രോട്ടീൻ്റെ അളവ് കൂടുതലാണ്, 24 ഗ്രാം ആണ് അല്ലേ? 24 ഗ്രാം ആണ് നമ്മുടെ ഗ്രീൻ ഗ്രാമിൽ ഉള്ള പ്രോട്ടീൻ്റെ അളവ്. അപ്പം നമ്മളത് ഉച്ചയ്ക്ക് കഴിക്കുമ്പോൾ അത്രയും പ്രോട്ടീൻ നമ്മുടെ ശരീരത്തിലേക്ക് ലഭിക്കും. അതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്.
We can detect the presence of protein in a few food items by the following experiment. ഒരു ചെറിയൊരു എക്സ്പെരിമെൻറ്റ് നടത്തിയിട്ട് നമുക്ക് പ്രോട്ടീൻ്റെ അളവ് അല്ലെങ്കിൽ പ്രോട്ടീൻ്റെ പ്രസൻസ് ഓരോ ഫുഡ് ഐറ്റംസിലും നമുക്ക് നോക്കാം, ഡിറ്റക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ മെറ്റീരിയൽസ് റിക്വയർഡ് എന്തൊക്കെയാണ്? ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പോൾ എന്തായാലും ഒരു മെറ്റീരിയൽസ് റിക്വയർഡ് വേണം, പ്രൊസീജിയർ വേണം അല്ലേ, പിന്നെ ഒരു ഇൻഫറൻസും വേണം. അപ്പോൾ മെറ്റീരിയൽസ് റിക്വയർഡ് എന്തൊക്കെയാണ്? കോപ്പർ സൾഫേറ്റ്, വാട്ടർ, സോഡിയം ഹൈഡ്രോക്സൈഡ്, ഡ്രോപ്പർ, ബീക്കർ, എഗ് വൈറ്റ്, ടെസ്റ്റ് ട്യൂബ്. ദെൻ എങ്ങനെയാണ് പ്രൊസീജിയർ നോക്കൂ. ആഡ് വാട്ടർ ടു എഗ് വൈറ്റ് ആൻഡ് സ്റ്റിർ ഇറ്റ് വെൽ. കുറച്ച് വെള്ളം എന്ത് ചെയ്യുക, എഗ് വൈറ്റിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കുക. ടേക്ക് ഇറ്റ് അപ് ടു എ ക്വാർട്ടർ ഓഫ് എ ടെസ്റ്റ് ട്യൂബ്. അതൊരു ടെസ്റ്റ് ട്യൂബിൻ്റെ ക്വാർട്ടർ ആയിട്ട്, ടെസ്റ്റ് ട്യൂബിൻ്റെ ക്വാർട്ടർ സൈഡായിട്ട് അതുവരെ എടുക്കുക. ഓക്കെ, add 8 to 10 drops of 1% concentrated sodium hydroxide to it. അതിലേക്ക് 1% സോഡിയം ഹൈഡ്രോക്സൈഡ് 8 തൊട്ട് 10 ഡ്രോപ്സ് വരെ ആഡ് ചെയ്യുക. Stir it and add 2 drops of 1% concentrated copper sulfate solution to it. എന്നിട്ടോ അതിലേക്ക് 2 ഡ്രോപ്പ് 1% concentrated copper sulfate solution ആഡ് ചെയ്യുക. The appearance of violet color indicates the presence of protein. അപ്പോൾ അതിൽ എന്താണ്, വയലറ്റ് കളറായിട്ട് വരുന്നുണ്ട് ആ ഒരു സൊല്യൂഷൻ, അല്ലെങ്കിൽ ആ ഒരു അപ്പിയറൻസ്, ആ ഒരു സൊല്യൂഷൻ്റെ അപ്പിയറൻസ് വയലറ്റ് കളറാണെങ്കിൽ അതിൽ പ്രോട്ടീൻ ഉണ്ടെന്ന് നമുക്ക് ഉറപ്പിക്കാം. എഗ് വൈറ്റ് നമ്മൾ ആദ്യം പറഞ്ഞു എഗ്ഗിൽ പ്രോട്ടീൻ ഉണ്ടെന്ന്. നമുക്ക് ഈ എക്സ്പെരിമെൻറ്റ് എന്തായാലും വീട്ടിൽ നിന്ന് ചെയ്യാൻ സാധിക്കില്ലല്ലോ, കാരണം നമുക്ക് നമ്മുടെ സോഡിയം ഹൈഡ്രോക്സൈഡോ അതുപോലെ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനൊന്നും അവൈലബിൾ അല്ല. നമുക്ക് സ്കൂളൊക്കെ തുറന്നിട്ട് സ്കൂളിൽ നിന്ന് അധ്യാപകർ ചെയ്ത് കാണിച്ചു തരും. ഓക്കെ, ഡു ദി എക്സ്പെരിമെൻറ്റ് ആൻഡ് റൈറ്റ് ഡൗൺ ദ ഒബ്സർവേഷൻ നോട്ട് ഇൻ യുവർ സയൻസ് ഡയറി. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ എക്സ്പെരിമെൻ്റ് ഒന്ന് ജസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഒബ്സർവേഷൻ എന്ത് ചെയ്യാൻ ഡയറിയിൽ എഴുതുവാനൊക്കെയാണ് പറയുന്നത്. പക്ഷെ അത് നമുക്ക് നടക്കില്ല. ഓക്കെ, റിപ്പീറ്റ് ദ എക്സ്പെരിമെൻറ്റ് യൂസിങ് ഗ്രീൻ ഗ്രാം പൗഡർ ഇൻസ്റ്റെഡ് ഓഫ് എഗ്. പ്രസൻറ്റ് യുവർ ഫൈൻഡിങ് ഇൻ ദ ക്ലാസ്. അപ്പോൾ എന്ത് ചെയ്യുക, ഗ്രീൻ ഗ്രാം ചെറുപയർ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഈ എക്സ്പെരിമെൻറ്റ് ഒന്നും കൂടി ചെയ്യുക. എഗ്ഗിന് പകരം എന്തെടുക്കുക, ഗ്രീൻ ഗ്രാം എടുക്കുക, എന്നിട്ട് ചെയ്ത് നോക്കാനാണ് പറയുന്നത്. എന്നിട്ട് ഫൈൻഡിങ്സ് എന്ത് ചെയ്യുക, നിങ്ങളുടെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനും അല്ലെങ്കിൽ പ്രസൻറ്റ് ചെയ്യാനൊക്കെയാണ് പറയുന്നത്. ഇറ്റ്സ് നോട്ട് പോസിബിൾ ഇൻ ദിസ് ടൈം ബിക്കോസ് ഓഫ് ദി കൊറോണ. ദെൻ ഗ്രീൻ ഗ്രാം ആണ് എഗ്ഗിൻ്റെ, ഇൻസ്റ്റെഡ് ഓഫ് എഗ്ഗ് ഗ്രീൻ ഗ്രാം ആണ് നമ്മൾ എടുത്തതെങ്കിൽ എന്ത് സംഭവിക്കും, അവിടെയും നമുക്ക് എന്ത് അപ്പിയറൻസാണ് കിട്ടുക, വയലറ്റ് കളറിൻ്റെ അപ്പിയറൻസ് ആയിരിക്കും ആ സൊല്യൂഷന് കിട്ടുക. കാരണം ഗ്രീൻ ഗ്രാം കണ്ടെയ്ൻ പ്രോട്ടീൻ. നമ്മൾ പറഞ്ഞില്ലേ ഗ്രീൻ ഗ്രാം കണ്ടെയ്ൻ പ്രോട്ടീൻ. ഓക്കെ, ഇതാണ് 2 വർക്ക്ഷീറ്റ് സാറ് വിക്ടേഴ്സ് ചാനലിൽ സാറ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇത്രയും മതി നമ്മുടെ ഇന്നത്തെ വീഡിയോ. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ ബാലൻസ് എടുക്കാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ്, ഷെയർ, ലൈക്ക്, കമൻറ്റ്.